ഒരു ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഗ്രോ ബാഗ് എടുക്കുക. 20 രൂപ വിലയുള്ള ഒരു ഗ്രോ ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഉണങ്ങിയ കരിയിലകൾ നിരത്തുക. അതിനുശേഷം കുറച്ച് തൊണ്ട് ഇതുപോലെ മലർത്തി അടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിനകത്ത് ഗ്രോ ബാഗിനകത്ത് ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. വേനൽ സമയത്തൊക്കെ ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വിതറുക. ശേഷം വീണ്ടും കുറച്ച് ഉണങ്ങിയ കരിയിലകളും കുറച്ച് പച്ചിലകളും ഇടുക. ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇടുകയാണെങ്കിൽ വളരെ നൈട്രജൻ കണ്ടൻറ്റ് ഉള്ളതാണ്. അതിനുശേഷം കുറച്ച് പച്ച ചാണക വെള്ളം തളിക്കുക. ഈ കരിയിലയെല്ലാം പൊടിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണ് വിതറുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു 250 ഗ്രാം ചാണകപ്പൊടി വിതറുക. ഇതിന് പകരം കോഴിവളവും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം മണ്ണ് ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിലെ ചെറിയ കല്ലുകളും മറ്റും എടുത്ത് കളയുക. അതിനുശേഷം നിരപ്പാക്കി വയ്ക്കുക മണ്ണ്. അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഒരു മുളകിൻ്റെ തൈയാണ് നട്ടയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്.